ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെറിയൊരു റമദാൻ പ്രിപ്പറേഷനാണ് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെക്കൽ. അപ്പോൾ ഞാൻ ഇന്ന സ്പൂൺ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങിയത് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ ചിരകി വെക്കണം. അപ്പോൾ ഞാനിത് ഈ ഒരു തേങ്ങ പൊളിച്ചിട്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ണാക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ കിട്ടും. ഇനിയിപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തേങ്ങ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കറി വെക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ ചിരകാൻ നിൽക്കണ്ടല്ലോ. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി, വറുത്തരച്ച ബീഫ് കറി, വറുത്തരച്ച മീൻ കറി, മുട്ടക്കറി ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഇങ്ങനെ വറുക്കാൻ നിൽക്കണ്ട. അപ്പോൾ കുറച്ചധികം തേങ്ങ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കറി വെക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആവും. ഇനിയിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മുളക് ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയതായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഒന്ന് എടുത്തിടണം. ഇനിയിപ്പോൾ ഗരം മസാലയാണ് കേട്ടോ. ഇതും അതുപോലെ ഉണക്കി വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതുപോലെ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. അല്ലാതെ പേസ്റ്റ് ആക്കിയിട്ട് വെക്കലില്ല. പേസ്റ്റ് ആക്കിയിട്ട് വെച്ചാൽ എന്തോ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചാലും ആ ഒരു സമയത്ത് നമുക്ക് ചതച്ചെടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് അങ്ങനെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ. ഇനിയിപ്പോൾ കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട.